റോഡിന്റെ നടുക്കിരുന്ന് ഒരു ആശാപ്രവർത്തക ഒരു സ്ത്രീ ആഹാരം കഴിക്കേണ്ട ഒരു സ്ഥിതി ഉണ്ടാക്കുന്ന ആരാണ്? സർക്കാരാണ് അല്ലേ? ും പഴവുമൊക്കെ പൊതിഞ്ഞ് വന്ന് ഇവിടെ ഇരുന്ന് ഭക്ഷണം വേറെ ഏതെങ്കിലും സമരത്തിൽ ഇത് കണ്ടിട്ടുണ്ടോ എന്ന കാര്യം സംശയമാണ്. അതായത് ബിരിയാണി സമരങ്ങളാണ് ഭൂരിഭാഗവും ഇവിടെ കാണുന്നതെങ്കിൽ ഇത് പക്ഷേ അങ്ങനെയല്ല. സാധാരണക്കാരായ വളരെ പാവപ്പെട്ട സ്ത്രീകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവർ വീട്ടിൽ നിന്നും ഭക്ഷണം പൊതിഞ്ഞ് കൊണ്ടുവന്ന് ഇവിടെ ഇരുന്ന് കഴിക്കുകയാണ്. ഇവിടെ വന്നിരുന്ന് ഭക്ഷണം കഴിക്കേണ്ടി വരുന്ന ഒരവസ്ഥയാണ് നൽകുന്നത്. പാർലമെന്റ് ഒരു പ്രഖ്യാപനം നടത്താൻ കേന്ദ്ര ഗവൺമെന്റിനെ കൊണ്ട് നമുക്ക് സാധിച്ചിരിക്കുന്നു. മന്ത്രി ഇടപെടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. വീട്ടിൽ പോയിരുന്ന് ഇന്ന് സമാധാനത്തോടെ ഭക്ഷണം കഴിക്കാൻ പറ്റുമെന്ന് വല്ലോ. ഇതിപ്പോൾ 36 ദിവസമായി ഈ പരിപാടി തുടങ്ങിയിട്ട്. ഇനിയിപ്പോൾ എത്ര ദിവസം കൂടി ഇങ്ങനെ പോകേണ്ടി വരുമെന്നാണ് കരുതുന്നത്. നമ്മള് മന്ത്രിയുടെ മനസ്സലിയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അവരുടെ കരിങ്കല്ലായ മനസ്സിനെ ഉരുകി മെഴുകുപോലെ ആക്കി ദൈവം അതിൽ പ്രവർത്തിക്കണമെന്ന് നമ്മളെപ്പോഴും പ്രാർത്ഥനയാണ്. കുടുംബ പ്രാർത്ഥനയിലും പോടലും ഭരണടവും എല്ലായിടവും നമ്മളെ പ്രാർത്ഥനയിൽ ഇവിടെ ആണ്. വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിൽ എൻ്റെ ചേട്ടൻ 2 മക്കള്. വീട്ടിലെ കാര്യങ്ങൾ കുറേ ദിവസമായി ഇങ്ങനെ മാറി നിൽക്കുകയാണല്ലോ. അപ്പോൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നോക്കാൻ പറ്റുന്നത്? അത് ചേട്ടൻ ഒരു പയറുകഞ്ഞി എന്തെങ്കിലുമൊക്കെ വെച്ച് കുറയ്ക്കൊക്കെ അങ്ങനെ അല്ലെങ്കിൽ ഹോട്ടലിൽ നിന്ന് 25 രൂപയുടെ ഊണുണ്ടല്ലോ, അതൊക്കെ വാങ്ങിച്ച് അങ്ങനെയൊക്കെ ഓർഡർ ചെയ്യണം. അതാണ് സ്റ്റെഫിൻ. അതായത് ഇത്രയും ദിവസമൊക്കെ വീട്ടിൽ നിന്ന് മാറി നിൽക്കുക എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊക്കെ ആണെങ്കിൽ ഒരു കുറേ അധികം ദിവസം വീട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ ഒരുപാട് ആവശ്യങ്ങൾ വീട്ടിലുണ്ടാകും. ഇതിപ്പോൾ അവർ പറയുന്നത് കുടുംബത്തിന്റെ കൂടി പിന്തുണ ഈ വന്നിരിക്കുന്ന ഭൂരിഭാഗം തീർച്ചയായിട്ടും അമൽ, ആശാവർക്കർമാരുടെ സമരം, ഉപരോധ സമരം അതിശക്തമായി തന്നെ സെക്രട്ടേറിയറ്റ് മുന്നിൽ നടക്കുകയാണ്. MG റോഡ് പൂർണ്ണമായും ഉപരോധിച്ചിരിക്കുന്നു.